ഇതാണ് എൻ്റെ തോട്, അലക്കുന്ന തോട്. ദിവസം വന്ന് അലക്കുന്ന തോടാണ് ഇത്. വീഡിയോ എടുക്കാണ്ട് ബാ, വന്ന് അലക്കാൻ സഹായിക്കും. ഇത്രയുണ്ട്. 2 ബക്കറ്റ് തുണിയുണ്ട്. 2 ബക്കറ്റ് തുണി. 2 ദിവസത്തെ ടൂറിൻ്റെ തുണിയായി കാണുന്നത് തേച്ചു അലക്കാൻ. ഇതെല്ലാം ചെയ്തിട്ട് വേണം ഇനി ബാക്കിയുള്ള പണി എടുക്കണ്ടിട്ട് പോയിട്ട്. ചോറും കറി ആക്കണ്ടേ? എല്ലാ പണി ഇതല്ലേ വരച്ചെടുക്കണ്ടിട്ടില്ല ഇത്ര പണി. മീനെ കണ്ടേടിയാ ഇതാണ് നമ്മളെ നമ്മളുടെ നീല പണ്ട് നീളം പഠിച്ച കടവായി. നീ ഒളിച്ചു പോയ സ്ഥലം ഏതായിരുന്നു? എടാ ഏടുന്ന് കാണിച്ചോ? ഏത് നീ പറ, അത് പറഞ്ഞ ഏടുന്ന് കാണിച്ചോ? ഇവിടുന്നാണ് ഒളിച്ചു പോയി. ഇവിടെ വലിയ ഈ ഏകരം മണ്ണേനും മണ്ണ് ഇതായിട്ട് വന്നിട്ട് മണ്ണ് കൂടി വന്നിട്ട് മണ്ണപ്പാട് ഇടിഞ്ഞു പോയി വെള്ളം കയറിയ സമയത്ത്. ഇത് തുച്ചിട്ട് വന്നിട്ട് നിന്നിട്ട് അപ്പാട് ചടപട വീണ്. അപ്പോൾ അങ്ങനെ എത്തി ആടുന്നാണ് ഒരേച്ചിയാണ്. ഞാനൊറ്റക്കല്ല, ഞാൻ വീണിട്ട് എൻ്റെ അനിയൻ വയ്യ തുള്ളി. ഓനെ പിടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ തുള്ളി വയ്യ. ഓനെ എൻ്റെ അമ്മ പിടിച്ച്. ഇത്ര വെള്ളം ഉണ്ടായിരുന്നു. ഇങ്ങനെ നിങ്ങളുടെ നല്ല വലിപ്പുള്ള വെള്ളമായിരുന്നു. ഇങ്ങനെ ഒരേച്ചി വന്നിട്ട് വീടിൻ്റെ അരികത്തുള്ള ഒരേച്ചി വന്നിട്ട് മുടി ഇങ്ങനെ ചുറ്റി പിടിച്ചിട്ട് പൊന്തിച്ചിട്ട്. എനിക്ക് നീന്തറിയില്ല കേട്ടോ, ഇപ്പൊ നീന്തറിയില്ല. എനിക്ക് വെറും പേടിയോ വെള്ളത്തിൽ കീയ നീന്തായി പൊന്തിച്ചു പിടിച്ചിട്ട് ചേച്ചി കേട്ടി. കുഞ്ഞിലാന്നേ, ഇപ്പല്ല. ആണ് 10 വയസ്സുള്ളവരാ. അതത്ര കൊല്ലായി. ഞാനിപ്പോ നീന്തം പഠിച്ചില്ല. അത് പറ. വെള്ളത്തിന്റെ ഉള്ളിൽ പക്ഷെ ഞാൻ വെള്ളത്തിൽ വീണ് ഒളിച്ചു പോയിട്ട് ഒരു തുള്ളി വെള്ളം എൻ്റെ വയറ്റിലെത്തിയിട്ടില്ല ചേട്ടാ. ഒറ്റപ്പൊടി ഞാൻ വെള്ളം കുടിച്ചില്ല. അതൊരു വല്ലാത്തൊരു ഇതല്ലേ അല്ലേ? സാധാരണ വെള്ളം കുടിച്ച് പക്ഷെ എൻ്റെ അമ്മയും കുടിച്ചിനി, എൻ്റെ ആങ്ങളെ കുടിച്ചിട്ടില്ല. ആങ്ങളേനെ ഇടി ഇങ്ങനെ പിന്നെ ചുമലിങ്ങനെ കയറ്റിയിട്ട് അതുകൊണ്ട് ഓൻ വെള്ളം കുടിച്ചില്ല. എൻ്റെ അമ്മ നല്ലോണം വെള്ളം കുടിച്ചിരുന്നു. പക്ഷേങ്കിൽ നമ്മളെ മനസ്സിലെന്താണ്ടാന്ന് വെച്ചാൽ മരിക്കാൻ വേണ്ടി ഇനിയും പിന്നെ ഒരവസ്ഥ വന്നൊക്കെ അതിൻ്റെ മനസ്സിലാവും. നമ്മൾ മരിക്കാനല്ലേ പോന്ന് എന്നുള്ള ചിന്താഗതി ഇരിക്കും നമ്മളെ മനസ്സിൽ. അന്നേരം ഉള്ള ദൈവങ്ങളെ തേച്ച് വിളിക്കുകയും ചെയ്യും. എൻ്റെ അവസ്ഥ അതേനുവേ. ഇനി എല്ലാവരും എങ്ങനെയാണെന്ന് ഞാനറിയില്ല. വിളിച്ചു പോയവരെ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് മേലോട്ടേക്ക് വെള്ളത്തിന്റെ മേലോട്ടേക്ക് തല വെക്കാനാവില്ല. അത്ര ഏകരത്തിലല്ലേ വെള്ളമുള്ളു. നമ്മളടിയിൽ നടുവിലല്ലേ ഉള്ളു. കാലുത്താനാവൂല ആയം കൊണ്ട്. അപ്പൊ വെള്ളത്തിന്റെ മേലെയല്ലേ ഉള്ളു. അങ്ങ് മേലെയും വെള്ളം തായും വെള്ളം. ഒന്നും പറയാൻ പറ്റൂല. അന്നേരം ആ ഏച്ചി ഉള്ളതുകൊണ്ട് ഇന്ന് ഞാൻ ബാക്കിയുണ്ട്. എങ്ങനെ ഞാൻ മരിച്ചിട്ടുണ്ടാവും. എൻ്റെ ഓർമ്മയിലുള്ള തോടായത്. എൻ്റെ ഒലിച്ചു പോയ തോട്. പക്ഷെ എന്നാലും ഞാൻ വരുവേ. എത്ര ഒലിച്ചു പോയാലും ഞാൻ തോട്ടിൽ വരും. നീന്തറിയില്ലെന്നേ ഉള്ളൂ, തോട്ടിൽ വരും. എന്നാലും ഞാൻ എൻ്റെ മക്കളെ ഇതുവരെ തോട്ടിൽ ഞാൻ വിട്ടിട്ടില്ല. കുളിക്കാനും വിടൂല. പേടിയാണ് എനിക്ക് നീന്താനും കുളിക്കാനൊന്നും. എന്നാലും അവരെ നീന്ത പഠിപ്പിക്കണമെന്നുണ്ടേ. പക്ഷെ 2-3 ദിവസം വന്നിട്ട് കുറച്ച് ദിവസമെല്ലാം പഠിച്ചിന്. ഇനി കുറച്ച് വെള്ളം താണ്ടിട്ട് വേണം ആദ്യം പഠിപ്പിക്കാൻ. എന്നാ പിന്നെ ശരി.